അങ്ങനെ സമ്മർ വെക്കേഷന് ഒരുപാട് ലേറ്റായിട്ട് പിന്നെ നാട്ടിലേക്ക് വരാനൊരുങ്ങാണ് കേട്ടോ. എല്ലാം റെഡി ആക്കിയപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് ട്രെയിൻ കുറച്ച് ലേറ്റാണ്. സ്പെഷ്യൽ ട്രെയിനായിരുന്നു നമ്മൾ എടുത്തിരുന്ന ടിക്കറ്റ്. വിചാരിച്ചതിനെക്കാട്ടിലും ഒത്തിരി വൈകിട്ടാണ് കേട്ടോ ട്രെയിൻ നമുക്ക് കിട്ടിയത്. സാധാരണ നമ്മൾ കറക്റ്റ് ടൈമിലൊക്കെ വരുന്നതാണ്. ഇതുപോലെ രാത്രി വന്നൊരു യാത്ര, ഇത്രയും സമയം ഇരുന്നൊരു യാത്ര ഭയങ്കര ഒരു യാത്രയായിരുന്നു കേട്ടോ. ഇത് സ്പെഷ്യൽ ട്രെയിൻ അവിടെ ഇവിടെ എല്ലാം പിടിച്ചിട്ട് വരുമ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പോകും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങി നമ്മൾ അവിടുന്ന് വണ്ടിയൊക്കെ പിടിച്ച് സ്റ്റേഷനിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം നാട്ടിലും ഇവിടെ എല്ലാം നല്ല ചൂട് തന്നെയാണ്. എല്ലായിടത്തും ചൂടൊക്കെ ഒരുപോലെ ആയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇവിടുത്തെ ഈ സ്ട്രീറ്റ് ഡോഗൊക്കെ ഉണ്ടല്ലോ, ഇവരൊന്നും അങ്ങനെ ആരും ഉപദ്രവിക്കുകയൊന്നുമില്ല, കണ്ടില്ലേ. അപ്പോൾ ഇവരെ ശരിക്കും ഇത് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം നമ്മുടെ ഈ മുംബൈയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണെങ്കിലും ഷോപ്പാണെങ്കിലൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അവർ വാക്സിനേഷനൊന്നും എടുത്തിട്ടുള്ള സ്ട്രീറ്റ് ഡോഗൊന്നുമില്ല. പക്ഷേ ഇവിടുത്തുകാർ അവരോടുള്ളൊരു സമീപനമാണ് ഇതൊക്കെ. ഇങ്ങനെയാണ് കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ശരിക്കും ഇതിനെ കല്ലെടുത്ത് എറിയല്ലേ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കണ്ട് അതിൻ്റെ ഇടയിൽ 1-2 ട്രെയിനൊക്കെ ഇങ്ങനെ പോയിരുന്നു കേട്ടോ. ഒത്തിരി ലേറ്റായി. നമ്മൾ ഓൾറെഡി വന്നത് ലേറ്റാണ്, എന്നിട്ടും പിന്നെയും ലേറ്റ് തന്നെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ കുറേ നേരം കാത്തിരുന്ന് രാത്രി വൈകുന്നേരം വരേണ്ട ട്രെയിന് അങ്ങനെ വന്നിട്ടുള്ളത് പുലർച്ചയ്ക്കാണ് കേട്ടോ. അപ്പോൾ വേഗം ലഗേജൊക്കെ എടുത്ത് വെച്ച് നമ്മൾ വേഗം തന്നെ ഒക്കെ സെറ്റ് ചെയ്ത്, എല്ലാവരും ഉറക്കമായതുകൊണ്ട് തന്നെ ലൈറ്റൊന്നും ഇടാൻ പറ്റില്ല. നല്ല തണുപ്പ് പിടിച്ചുകൊണ്ട് ട്രെയിനിൽ തണുപ്പ് പറ്റാത്തതുകൊണ്ട് നമ്മൾ കഴുത്തിലൊക്കെ വല്ലാതെ നീരിറങ്ങിയിരുന്നു. അപ്പം മസിലിനൊക്കെ ഭയങ്കര പെയിൻ ആയതുകൊണ്ട് തന്നെ ചൂട് പിടിക്കുക ട്രെയിനിലിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ശരിക്കും വെയിലിൻ്റെ ആ ഒരു ചൂട് എങ്ങനെയാണെന്ന് നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ ശരിക്കും റൂമിലൊന്നും ഇരിക്കുമ്പോൾ ഇത്രയൊരു ഭീകരത മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുമ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഹാരാഷ്ട്ര സ്റ്റേറ്റ് വിട്ട് നമ്മൾ കർണാടകയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഡേ ഓർ നൈറ്റ് നല്ല ഉറക്കമാണ്. കാരണം ഇതിൻ്റെ ഷെഡ്യൂൾ ചെയ്യാൻ നമുക്ക് ഒരിക്കലും ഇതിനെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കുറേ പിടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. 2 രാത്രി 1 പകലും നമ്മൾ ഈ ഒരു ട്രെയിനിൽ ഇരുന്നിട്ടാണ് കേട്ടോ നാട്ടിലെത്തിയത്. എത്തുന്ന സമയം നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇതുപോലെ അവിടുന്ന് കയറിയ പോലെ തന്നെ ഇറങ്ങിയതും നല്ല പുലർച്ചയ്ക്കായിരുന്നു കേട്ടോ. നല്ല തണുപ്പെടുത്തപ്പോൾ തീരെ വയ്യാതെയായി ട്രെയിനിലിരുന്നിട്ട്. നാട്ടിൽ വരുന്നതിൻ്റെ മുന്നേ സൂര്യാഘാതം ഏറ്റതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ട് സൂര്യാഘാതം ഏറ്റതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് നാട്ടിലേക്ക് വന്നത്. പിന്നെ ഈ TTR ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ടപ്പോൾ തിരൂർ സ്റ്റേഷനിലെത്തിയപ്പോൾ നമ്മളെടുത്ത് വന്നിട്ട് ലഗേജൊക്കെ നമുക്ക് എടുത്ത് വെച്ച് തന്നു കേട്ടോ. നല്ലൊരു TTR ആയിരുന്നേ. നമ്മളോട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിഞ്ഞ്. പിന്നെ ഒരുപാട് ലേറ്റായിട്ടാണ് സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. മക്കളെയൊക്കെ കൊണ്ട് പുറത്തിറങ്ങിയപ്പോഴും ഇതുപോലെ ഭയങ്കര ഒരു പേടിയൊക്കെ തോന്നി കേട്ടോ. കാരണം വേറൊന്നുമല്ല, കാലത്തായതുകൊണ്ട് അങ്ങനെ ആരും ഇവിടെ ഇല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഒരു നമ്മൾ മുംബൈയിലെ പോലെ അല്ല ഇവിടെ. കുറച്ചിങ്ങനെ ഒന്ന് ദൂരം പോയി കഴിഞ്ഞാൽ അത്ര ലൈറ്റൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കാര്യമായിട്ട് അങ്ങനെ ലൈറ്റൊന്നുമില്ല. ലൈറ്റ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രാത്രിയും നല്ല പുലർച്ചയൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് മുംബൈയിൽ അത്ര ഒരു ലൈറ്റൊന്നും ഇവിടെ ഇല്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. തിരൂരായതുകൊണ്ട് തന്നെ അത്ര ഒരു വലിയൊരു പ്രശ്നം തോന്നിയതുമില്ല. സാധാരണ കുറ്റിപ്പുറത്താണ് ഇറങ്ങാറ്. പക്ഷേ ഈ ട്രെയിനിന് നമുക്ക് കുറ്റിപ്പുറത്ത് സ്റ്റോപ്പില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ലഗേജൊക്കെ അവിടെ 1-2 ആൾക്കാരുണ്ടായിരുന്നു, അവരെ കയ്യിലൊക്കെ കൊടുത്ത് പിന്നെ അങ്ങനെ അവിടുന്ന് വണ്ടി കയറി പെട്ടെന്ന് തന്നെ വീട്ടിലെത്തുമ്പോൾ പുലർച്ചെ 6 മണി. വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി വന്നപ്പോൾ പിന്നെ അമ്മയുടെ ജോലികളൊക്കെയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ മുന്നേ ഇട്ട പല വ്ളോഗിലും ഞാൻ പറയാറുണ്ട്, എൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയിലെ പോലെയല്ല, ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തനി നാടൻ രീതിയിലുള്ള ഒരു ജീവിത രീതിയാണ്. എൻ്റെ വീട്ടിലെപ്പോഴും കോഴിയും താറാവും പിന്നെ 2 നായ്ക്കളും ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതലും വ്ളോഗ് ഇടാനൊക്കെ ഇത് കാണാൻ ഇഷ്ടമുള്ളവരൊക്കെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ വീട്ടിലെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കാലത്ത് തന്നെ കോഴികളെല്ലാം അഴിച്ചു വിടുന്നതും അവർക്ക് തീറ്റ കൊടുക്കുന്നതും അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. നല്ല ചൂടാണ് കേട്ടോ നാട്ടിൽ. മുംബൈയിലെ പോലെ തന്നെ ഇപ്പോൾ ചൂട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സുന്ദരൻ കോഴിയാണ്, നല്ലൊരു കോഴിയാണ് കേട്ടോ. ഇവനെ കാണാൻ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞിട്ട് കൂടുതലൊന്നും കാണാത്തൊരാളാണ് നമ്മുടെ വീട്ടിലുള്ള മിക്കി മോളാണ്. ഇവളെ ഇതുപോലെ സ്ട്രീറ്റ് ഡോഗിനെ ദത്തെടുത്തതാണ് കേട്ടോ ഞാനൊരു ഗ്രൂപ്പിൽ നിന്ന്. അങ്ങനെ അമ്മയുടെ കൂടെ ഞങ്ങൾക്ക് ഇനി കൊണ്ടുപോകാനുള്ള തേങ്ങയും
അതുപോലെ തന്നെ വെളിച്ചെണ്ണയും എല്ലാം വേണം. ഇനി അതിനുള്ള ഓരോ തിരക്കാണ് കേട്ടോ. അപ്പോൾ മിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ അമ്മയ്ക്കൊരാളായിട്ട് എപ്പോഴും ബാക്കിലാണ് ഉണ്ടാവുക. അപ്പോൾ അവളെ ഇവിടെയാണ് കേട്ടോ, രാത്രിയെല്ലാം അഴിച്ചു വിടും. നമ്മൾ മതിലിൻ്റെ ഉള്ളിൽ നമ്മളോടൊപ്പം തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരാളായിട്ട് ഞങ്ങൾ നാട്ടിലുള്ള സമയത്തൊക്കെ ശരിക്കും അമ്മയുടെ കൂടെ ഉള്ള ഒരാളാണ് കേട്ടോ. മിക്കി മോളും റൂണയുണ്ട്. റൂണയെ ഇവിടെ പലർക്കും അറിയായിരിക്കും, പക്ഷെ ഇപ്പോൾ അവനെ കൂട്ടിൽ നിന്ന് ഇറക്കിയിട്ടില്ല. അവനെ ഇറക്കി ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. സ്നേഹം കൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇനി കൊപ്ര ഉണക്കാനുള്ള തിരക്കാണ്. അപ്പോൾ മക്കളെല്ലാം ഇതുപോലെ ഇതിൻ്റെ വെള്ളത്തിനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. മിക്കി മോൾ കോഴികൾ ഓടിക്കാനൊക്കെ ഭയങ്കര വിരുദ്ധത്തിയാണ്. അപ്പോൾ അവളെയും വഴക്ക് പറഞ്ഞിട്ട് നമ്മൾ കാലത്ത് കുളിയെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ചായയൊക്കെ കുടിച്ച് അമ്മയുടെ കൂടെ അമ്മയുടെ ജോലികൾക്കൊപ്പം നിന്നതാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ വേറെയാണ് കേട്ടോ. വെയിൽ ചൂടാകുമ്പോഴത്തേനും ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ കയറും, അത്രയും ചൂടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിക്കി മോളോടൊപ്പം തന്നെയാണ് കേട്ടോ. നല്ല ഇതുപോലെ തന്നെ എല്ലാം കൂടെ നിന്നിട്ട് നമ്മളെന്താണോ ചെയ്യുന്നത് അതെല്ലാം നോക്കിയിരിക്കും നമ്മുടെ ഒപ്പം നിന്നിട്ട്. അങ്ങനെ നാട്ടിലെത്തി ഒരു ദിവസത്തിൻ്റെ തുടക്കമാണ് കേട്ടോ ഈ കാണിച്ചതൊക്കെ. ഇനി ഉച്ചയായി കഴിഞ്ഞാൽ പുറത്തൊന്നും ഇറങ്ങില്ല. അപ്പോൾ ഒരു മതിലിൻ്റെ മേലെ കയറി കോഴീനെ കണ്ടിട്ട് ഭയങ്കര ബഹളമാണ് മിക്കി മോൾ. ഇനി മേളിൽ ഈ പൊളിച്ച തേങ്ങയെല്ലാം കൊണ്ടിട്ടതിന് ശേഷം നമ്മളിത് ഉണക്കിയെടുക്കുകയാണ്. പലപ്പോഴും പലരും വ്ളോഗൊക്കെ ഇടാൻ പറയാറുണ്ട് കേട്ടോ, സമയം കിട്ടാതെയാണ്. അങ്ങനെ കൊപ്ര ഉണക്കിയതിന് ശേഷം മാവിലേക്ക് നോക്കിയപ്പോൾ ഒത്തിരി മാങ്ങയുണ്ട്. താഴെ വീഴാതെ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ പണിയുണ്ട് ഈ മാങ്ങ വെച്ചിട്ട്. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവരും ഒന്ന് കണ്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ.